നിങ്ങളെ എപ്പോഴെങ്കിലും ഒരേ സമയം അമ്പരപ്പിക്കുകയും ഒപ്പം ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രഹസ്യത്തെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഉയർന്ന ദൃശ്യമികവോടെ അവതരിപ്പിക്കുന്ന ഈ വിശദീകരണത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 17-ാം നൂറ്റാണ്ടിലൊരു പാതിരിയായ റോബർട്ട് കിർക്കിനെക്കുറിച്ചാണ്. പുള്ളിക്കാരൻ യക്ഷികളെയും മാന്ത്രിക ജീവികളെയും കുറിച്ച് വളരെ ശാസ്ത്രീയമായി പഠിച്ച് ഒരു ഫീൽഡ് ഗൈഡ് തന്നെ എഴുതിയുണ്ടാക്കി. അതിനുശേഷം എന്താ സംഭവിച്ചെന്നോ? തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹം അപ്രത്യക്ഷനായി. അതെ, കേൾക്കുമ്പോൾ കെട്ടുകഥയാണെന്ന് തോന്നും, പക്ഷേ ഇത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. 1691 എഴുതപ്പെട്ട ദി സീക്രട്ട് കോമൺവെൽത്ത് എന്ന ഈ പുസ്തകം നോക്കൂ. ഇത് വെറുമൊരു കുട്ടിക്കഥയല്ല കേട്ടോ. തീർപ്പ് കൽപ്പിക്കാത്ത ഒരു ചരിത്ര രഹസ്യമാണ് നമ്മളിതിനെ കാണേണ്ടത്. ഒരു യഥാർത്ഥ കോൾഡ് കേസ് ഫയൽ എങ്ങനെയിരിക്കുമോ അതുപോലെയാണ് ഈ ചരിത്രരേഖ നമ്മുടെ മുന്നിലിരിക്കുന്നത്. ആദ്യമായി യക്ഷിലോകത്തെ ആ പാതിരിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരായിരുന്നോ ശരിക്കും ഈ റോബർട്ട് കിർക്ക്? പുള്ളിയൊരു ഗ്രാമീണനായ പാതിരിയായിരുന്നു. അക്കാലത്ത് ഒരു വിശ്വാസമുണ്ടായിരുന്നു, കുടുംബത്തിലെ 7ാമത്തെ മകന് അമാനുഷിക ശക്തികൾ ഉണ്ടാകുമെന്ന്. അതെ, കിർക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 7ാമത്തെ മകനായിരുന്നു. തികച്ചും ശാസ്ത്രീയവും പ്രായോഗികവുമായൊരു അന്വേഷണത്വര അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1684 ഗാലിക് ഭാഷയിൽ സങ്കീർത്തനങ്ങൾ പ്രസിദ്ധീകരിച്ചു. പിന്നീട് 1691 ഈ പ്രശസ്തമായ യക്ഷി പുസ്തകം അദ്ദേഹം എഴുതി. പക്ഷേ കഥ അവിടെയല്ല മാറുന്നത്. 1692 യക്ഷികളുടെ കുന്നിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീഴുകയും മരിക്കുകയും ചെയ്തു. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മരിച്ചതിനു ശേഷം കിർക്ക് തന്റെ ഒരു ബന്ധുവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വരാനിരിക്കുന്ന ഒരു മാമോദിസ ചടങ്ങിൽ താൻ തിരിച്ചുവരുമെന്നും ആ സമയം തന്റെ തലയ്ക്കു മുകളിലൂടെ ഒരു കടാരി എറിഞ്ഞാൽ യക്ഷിലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ ചടങ്ങിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടെങ്കിലും ബന്ധു ഭയന്നുപോയതുകൊണ്ട് കടാരി എറിയാൻ മറന്നുപോയി. അങ്ങനെ കിർക്ക് എന്നേക്കുമായി യക്ഷിലോകത്ത് കുടുങ്ങിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. എങ്ങനെയുണ്ടാ കഥ? ഇനി ഭൂമിക്കടിയിൽ ജീവിക്കുന്ന ആ രഹസ്യ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നോക്കാം. കിർക്കിന്റെ യഥാർത്ഥ പുസ്തകത്തിൽ ഈ യക്ഷികളെ വെറുമൊരു മാന്ത്രിക സങ്കല്പമായല്ല അദ്ദേഹം കണ്ടത്. ഭൂമിക്കടിയിൽ ജീവിക്കുന്ന രഹസ്യമായൊരു അദൃശ്യ സമൂഹത്തെ ശാസ്ത്രീയമായി തരംതിരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. റോബർട്ട് കിർക്ക് ഇവരെ വിളിച്ചത് സ്ലീമാത്ത് അഥവാ നല്ല മനുഷ്യർ എന്നാണ്. ഘനീഭവിച്ച വായുകൊണ്ട് നിർമ്മിച്ച, എളുപ്പത്തിൽ മാറാൻ കഴിയുന്ന പ്രകാശമാനമായ ശരീരങ്ങളുള്ള ആത്മാക്കളാണവർ. ഒരു ജീവിവർഗത്തിന്റെ ശരീരഘടനയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരണമായാണ് കിർക്ക് ഇതിനെ അവതരിപ്പിച്ചത്. ഇവരുടെ സ്വഭാവസവിശേഷതകൾ കേട്ടാലേ ശരിക്കും നമ്മൾ അന്തം വിട്ടുപോകും. അവർക്ക് നമ്മളെപ്പോലെ സംസാരിക്കാനൊന്നും കഴിയില്ല. വവ്വാലുകളെപ്പോലെ ചൂളമടിച്ചാണ് സംസാരിക്കുന്നത്. തണുത്ത ഇരുമ്പായുധങ്ങൾ കണ്ടാൽ ഇവർക്ക് പേടിയാണ്. ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് അവർ തങ്ങളുടെ വാസസ്ഥലം മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ മനുഷ്യരുടെ ഭക്ഷണത്തിന്റെ യഥാർത്ഥ സത്ത ഇവർ മോഷ്ടിച്ചെടുക്കും. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? മാന്ത്രികമായ മുടിക്കയറുകൾ ഉപയോഗിച്ച് വളരെ ദൂരെ നിന്ന് പശുക്കളുടെ പാലുവരെ ഇവർ വലിച്ചെടുക്കുമത്രേ. തികച്ചും വിചിത്രമായ ഒരു ലോകം തന്നെ, അല്ലേ? അദ്ദേഹത്തിന്റെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇരുട്ടിൽ പറക്കുന്ന അസ്ത്രങ്ങൾ, നമ്മുടെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ കഴിയാത്ത ഒരു ജനതയാണവർ. വളരെ ഗൗരവമുള്ള വാക്കുകളാണത്. ഒരിക്കലൊരാൾ തന്റെ ഇരുമ്പായുധം കൊണ്ട് ഒരു യക്ഷിയെ വെട്ടിമുറിച്ചുവെന്നും, എന്നാൽ വെട്ടിയ വായു വീണ്ടും ഒന്നിക്കുന്നതുപോലെ ആ യക്ഷി പെട്ടെന്ന് പഴയ രൂപത്തിലായെന്നും കിർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആയുധങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ചുരുക്കം. അടുത്തത് വളരെ നിഗൂഢമായ ഡോപ്പൽ ഗാംഗറുകളെക്കുറിച്ചും രണ്ടാമത്തെ കാഴ്ചയെക്കുറിച്ചുമുള്ളതാണ്. യക്ഷികളിൽ നിന്നു മാറി അവരുമായി ആശയവിനിമയം നടത്തുന്ന മനുഷ്യരിലേക്ക് നമുക്ക് വരാം. കോവോക്കർ എന്ന സങ്കല്പം കുറച്ചു ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അതായത്, നമ്മുടെ ഒരു ഇരട്ട, നമ്മുടെ നിഴൽ പോലെയോ പ്രതിധ്വനി പോലെയോ കൂടെ നടക്കുന്ന വായുരൂപത്തിലുള്ള ഒരു സാന്നിധ്യമാണിത്. ഈ രണ്ടാമത്തെ കാഴ്ചശക്തിയുള്ളവർക്ക് ഒരു വ്യക്തി എത്തുന്നതിനു മുൻപോ അല്ലെങ്കിൽ അവർ മരിച്ചതിനു ശേഷമോ ഈ ഇരട്ടകളെ കാണാൻ കഴിയുമെന്ന കിർക്ക് വിശദീകരിക്കുന്നു. നമ്മുടെ കൂടെ എപ്പോഴും അദൃശ്യനായ മറ്റൊരു നമ്മൾ നടക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നത് തന്നെ പേടിയുണ്ടാക്കുന്ന കാര്യമാണല്ലേ? 17-ാം നൂറ്റാണ്ടിലെ ഈ വിശ്വാസങ്ങളെ ഇന്നത്തെ ആധുനിക ശാസ്ത്രവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? കിർക്ക് ഇതിനെ യഥാർത്ഥത്തിലുള്ള വോക്കറായി കണ്ടപ്പോൾ ഇന്ന് നമ്മളിതിനെ ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ ടെലിപത്തിക് ഹാലൂസിനേഷൻ, അതായത് ഒരു തരം മാനസിക ഭ്രമം എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് കാര്യമിതാണ്, ഒരേ അസാധാരണ അനുഭവത്തെ തന്നെയാണ് അന്നും ഇന്നും മനുഷ്യർ കാണുന്നത്. പക്ഷേ നമ്മളതിന് കൊടുക്കുന്ന പേരുകൾ വ്യത്യസ്തമാണെന്ന് മാത്രം. നാലാമതായി, വീടുകളിൽ ശല്യമുണ്ടാക്കുന്ന ആത്മാക്കളെ അഥവാ പോൾട്ടർ ഗീസ്റ്റുകളെപ്പറ്റി നോക്കാം. നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന അദൃശ്യ ശക്തികളിലേക്കും ബ്രൗണികൾ എന്ന് വിളിക്കുന്ന കുസൃതിക്കാരായ ആത്മാക്കളിലേക്കുമാണ് നമ്മുടെ അടുത്ത അന്വേഷണം. ചരിത്രരേഖകൾ നോക്കിയാൽ ഇവർ ചിലപ്പോൾ ഭയങ്കര സഹായക്കാരായിരുന്നു എന്ന് കാണാം. വീടൊക്കെ വൃത്തിയാക്കി വയ്ക്കും. എന്നാൽ മറ്റു ചിലപ്പോഴോ അവർ കോമാളികളെപ്പോലെ പെരുമാറുകയും വീടുകളിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. പാത്രങ്ങൾ വലിച്ചെറിയുക, ശബ്ദങ്ങളുണ്ടാക്കുക ഒക്കെയാണ് ഇവരുടെ പ്രധാന വിനോദം. ഇവരുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. കല്ലും മണ്ണും വലിച്ചെറിയുക,
പ്ലേറ്റുകളും ഭാരമുള്ള കിടക്കുകളും വരെ അന്തരീക്ഷത്തിൽ ഉയർത്തുക, അദൃശ്യമായ സ്പർശനങ്ങളും ഇരുട്ടിൽ വെളുത്ത കൈകളും കാണുക, കുട്ടികളിൽ പെട്ടെന്നുള്ള അസാധാരണ ചലനങ്ങളുണ്ടാകുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടികൾ. തീയിൽ വീഴാതിരിക്കാൻ ഒരു കുട്ടി കസേരയോടെ അന്തരീക്ഷത്തിൽ ഉയർന്നുവെന്ന കഥയൊക്കെ അക്കാലത്ത് ഗൗരവമായി ലേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ്. അവസാനമായി, ഇതൊക്കെ വെറും നാടോടിക്കഥകളാണോ അതോ മാനസിക ശാസ്ത്രമാണോ എന്ന് പരിശോധിക്കാം. റോബർട്ട് കിർക്കിന്റെ ഈ കണ്ടെത്തലുകളെ പിൽക്കാലത്തെ ശാസ്ത്രീയ ചിന്തകളുമായി നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുമോ? 17-ാം നൂറ്റാണ്ടിൽ ഇത്തരം കാര്യങ്ങളെ ബ്രൗണി, ഫെയറി മാജിക് എന്നൊക്കെ വിളിച്ചു. എന്നാൽ ഇന്നത്തെ ലോകം ഇതിനെ പോൾട്ടർഗൈസ്റ്റ് എന്നോ അല്ലെങ്കിൽ അബോധമനസ്സിന്റെ തോന്നലുകളെന്നോ വിളിക്കുന്നു. ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിനെ ബ്രൗണി എന്ന് വിളിച്ചാലും ഹിസ്റ്റീരിയ എന്ന് വിളിച്ചാലും മനുഷ്യൻ ഇന്നും ശ്രമിക്കുന്നത് കാലങ്ങളായി കണ്ടുവരുന്ന ഒരേ അസാധാരണ സംഭവങ്ങളെ തന്നെ വിശദീകരിക്കാനാണ്. ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങളെ തീർച്ചയായും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാം. യക്ഷികൾ എന്നത് കേവലം കഴിഞ്ഞ കാലത്തിന്റെ ഒരു ഓർമ്മയാണോ? അതോ നമ്മുടെ മനുഷ്യ മനസ്സിന്റെ ഇതുവരെ കണ്ടെത്താത്ത നിഗൂഢ തലങ്ങളുടെ ഒരു ഭൂപടം മാത്രമാണോ ഈ കഥകൾ? ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ അബോധമനസ്സിന്റെ പുരാതനമായൊരു പ്രതിഭാസമാണോ നമ്മൾ ഈ കണ്ടതെല്ലാം? ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായി വിടുകയാണ്. ഇത് തീർച്ചയായും ചരിത്രത്തെയും മനുഷ്യ മനസ്സിനെയും കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു. കണ്ടതിനും കേട്ടതിനും നന്ദി.